ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഓണമാണ്. ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ. എനിക്ക് ആരെങ്കിലും വീട്ടിൽ വരുന്നെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ കുക്കിംഗ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ദച്ചു ഉറക്കം എണീറ്റ് വന്ന് കുളിച്ചിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത്തപ്പൂ ഇടാനായിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പോയി കുറച്ച് വീഡിയോ ഒക്കെ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വീട് ഞങ്ങളുടെ ഓണമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ മാലയൊക്കെ കെട്ടി വീടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരുക്കമൊക്കെ കഴിഞ്ഞു. അപ്പം ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും മഴയൊക്കെ പെയ്തു. അപ്പം ഞങ്ങൾ 3 പേരും ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു ഇതിലാണ്. അപ്പം അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അമ്പലത്തിൽ ചെന്നപ്പോൾ ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടൊരു വലിയ അത്തപ്പൂക്കളമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. പെരിങ്ങനാട് തൃശ്ശേനമംഗല ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ അവിടേക്ക് പോയി ഞങ്ങൾ അർച്ചനയൊക്കെ നടത്തി. അവിടെ ഭയങ്കര ആളായിരുന്നു. എല്ലാ ആൾക്കാരും കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു. ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് വീട്ടിലൊക്കെ വന്ന് അവന്തിക അപ്പൂപ്പനും അമ്മമ്മയ്ക്കൊക്കെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾ സദ്യയൊക്കെ വിളമ്പാനായിട്ടുള്ളൊരു ഒരുക്കത്തിലായി. പിന്നെ വിളക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ വിളക്കൊക്കെ ഇന്നലെ ഇങ്ങനെ പൂവൊക്കെ കെട്ടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പാനായിട്ട്. അപ്പം ഞാനാണെങ്കിൽ പച്ചടിയും കിച്ചടി, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, പിന്നെ കൂട്ടുകറി, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പരിപ്പ്, പപ്പടം, പുളിശ്ശേരി, അടപ്രഥമനാണ് ഞാൻ വെച്ചത്. പിന്നെ ഇളയ മോള് ദച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പാൽപ്പായസം. അങ്ങനെ പാൽപ്പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ അവളിങ്ങനെ വിളമ്പി ഒരു 10 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുക. അപ്പം അതിങ്ങനെ ചോറ് വിളമ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് കറിയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കറണ്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഇപ്പം വന്നപ്പോഴത്തേനാണ് അവളുടെ മുഖത്തുള്ളൊരു ചെറിയ സ്മൈലിങ് വന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ ഓണമൊക്കെ ഇങ്ങനെയായിരുന്നു. എന്നാലും എനിക്ക് പക്ഷേ ഇഷ്ടം കൂടുതലും ഖത്തറിലെ ഓണമാണ്. കാരണം അവിടെ കൂട്ടുകാരൊക്കെ വരും, എല്ലാം ഒരു പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എന്നാലും സ്വന്തം വീട്ടിലൊരു ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പം ഇവിടെ നോർമലി തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ടി വി ഒക്കെ കണ്ടിട്ട് കിടന്നൊക്കെ ഉറങ്ങും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഓണാഘോഷമൊന്നുമല്ല. അപ്പം വൈകിട്ടായപ്പോഴത്തേന് ഞാൻ വീടിന് വിളക്കൊക്കെ വെച്ചു. ഇപ്പം നമ്മുടെ ഓണം ആദ്യത്തെ ഓണമല്ലേ, അതുകൊണ്ട് ഞാനൊരു ചട്ടി വിളക്കൊക്കെ എടുത്ത് എല്ലാ വിളക്കൊക്കെ കത്തിച്ച് വീടൊക്കെ ഒന്ന് അടിപൊളിയാക്കി. അപ്പം ഓണമൊക്കെ ഞങ്ങളുടെയൊക്കെ സൂപ്പറായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഓണക്കോടി കിട്ടി. ഞാനങ്ങനെ അധികം ഓണക്കോടിയൊന്നും വാങ്ങിച്ച് ഇതാക്കിയില്ല. കാരണം എനിക്ക് സാരിയും ചുരിദാറും ഒന്നും ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മക്കൾക്ക് ഒരുപാട് ഓണക്കോടിയൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഇടാനായിട്ടുള്ള ഓണക്കോടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് ഇനി ഇടണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷം. അപ്പോൾ